ഹലോ ഗൈസ്, ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ എൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. കുറേ നാളായി എൻ്റെ വീട്ടിൽ വന്നിട്ട് 2 ദിവസം അവിടെയും പോയി നിൽക്കണമല്ലോ. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുവഴി പോയിട്ട് തിരിച്ച് അവരവിടെ അങ്ങ് പോവാം എന്നൊരു രീതിക്കാണ് ഞാൻ എൻ്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ദിസ് ഈസ് മൈ അമ്മായിച്ചൻ ആൻഡ് ദിസ് ഈസ് മൈ അമ്മായിയമ്മ. നമ്മൾ മറ്റേ വീട്ടിലെത്തി. ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. എന്നിട്ട് രാത്രി വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറിയും ഇടിയപ്പവും ആയിരുന്നു. അങ്ങനെ 4 ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ കിടിലായിട്ട് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിയിട്ടാ. എന്നിട്ട് പിറ്റേ ദിവസം എന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്നത് ഈ കുരുട്ടാണ്. കുരുത്തക്കേടിൻ്റെ ഉസ്താദാണ് കേട്ടോ. പക്ഷെ പാവമാണ്, എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയവ ഉള്ളത്. കുറച്ച് നേരം പിന്നെ അവൻ്റെ കൂടെ രാവിലെ കളിച്ച് എൻ്റെ പേരൊക്കെ എഴുതാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ. രാവിലെ അവിടെ കഴിക്കാൻ വേണ്ടി വീണ്ടും ഇടിയപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. അതും കഴിച്ചിട്ട് എൻ്റെ മദറിലേക്ക് വയ്യ, ഗൈസ് അമ്മയ്ക്ക് വയ്യ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. കിംസിലാണ് പോകുന്നത്. അങ്ങനെ രാവിലെ ഒരുങ്ങി കെട്ടി ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ട് അങ്ങനെ കിംസ് എത്തി. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന് ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ ഫുഡ് ഉള്ളത് പറയുവാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് വായി വയ്ക്കാൻ കൊള്ളത്തില്ല. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് കഴിക്കാം കേട്ടോ. മറ്റുള്ള സിനിമ ഡയലോഗാണ് ഓർമ്മ വന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അമ്മ മാർജിൻ ഫ്രീയിൽ പർച്ചേസിന് കയറിയപ്പോഴത്തേനും ഞാനൊരു ഐസ്ക്രീമും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് പേഴ്സുമനും കഴിച്ചിട്ട് കിടന്നു കേട്ടോ. അടുത്ത ദിവസമായപ്പോൾ എനിക്കും പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ പെട്ടിയും കിടക്കെ എടുത്ത് വീട്ടിൽ ഇങ്ങോട്ട് വന്നു കേട്ടോ. വന്നപ്പോൾ ഇവിടെ പൊറോട്ടയും ബീഫും. പിന്നെ പനിയാണെങ്കിലും നമ്മൾ ഫുഡ് കേട്ടാൽ തിന്നണമല്ല. ഈ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ 3 ദിവസം കഴിച്ചിട്ടാണ് മര്യാദയ്ക്കൊന്ന് കഴിക്കുന്നത് കേട്ടോ.